ഒരു ബോംബ് പൊട്ടിച്ചിട്ടാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് കടന്നുപോയത്. സതീശൻ പൊട്ടിച്ച ബോംബ് ചെന്നുകൊണ്ടത് CPM-ന്റെ ഇടനെഞ്ചിലേക്ക്. കടകംപള്ളിക്ക് പോറ്റിയുമായി ബന്ധമുണ്ട് എന്നതിന് തന്റെ കയ്യിൽ തെളിവുണ്ട് എന്നാണ് സതീശന്റെ തുറന്നു പറച്ചിൽ. ഇത് കേവലം മാധ്യമങ്ങൾക്ക് മുന്നിൽ ജയിക്കാൻ പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവിന്റെ വാക്കല്ല. ഇത് ജനങ്ങൾക്ക് മുന്നിൽ പ്രസംഗിക്കവേ പറഞ്ഞ സതീശൻ പറഞ്ഞ വാക്കായിട്ട് കാണുക. അതിൽ ഒരു സത്യമില്ലാതെ അദ്ദേഹം ഇത്ര ഉറപ്പിച്ച് പറയില്ല. പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കിനെ മുഖവിലക്കെടുക്കാതിരിക്കാനും കഴിയില്ല. ഇതൊരു അതിനിർണായക വെളിപ്പെടുത്തൽ തന്നെയാണ്. മുൻ ദേവസ്വം മന്ത്രിയും സ്വർണ്ണപ്പാളി കേസിൽ ആരോപിതനുമായ കടകംപള്ളി സുരേന്ദ്രനും കേസിൽ അറസ്റ്റിലായ വാസുവും തമ്മിൽ ബന്ധമുണ്ടെന്നതിനുള്ള തെളിവ് തന്റെ പക്കലുണ്ട് എന്നാണ് വെളിപ്പെടുത്തൽ. ഇത് അന്വേഷണത്തിന് ഊർജം പകരുന്ന ഒരു വെളിപ്പെടുത്തലാണ്. നിലവിൽ കേസ് അന്വേഷിക്കുന്നത് SIT ആണ്. സതീശന്റെ ആ വെളിപ്പെടുത്തലിലേക്ക് പോകാം. 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് മൊഴി കൊടുത്തിരിക്കുക. ഞാൻ വെറുതെ പറഞ്ഞതല്ല. കടകംപള്ളി സുരേന്ദ്രൻ എന്ന CPM നേതാവിന് ദേവസ്വം മന്ത്രിക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്നതിൽ എന്റെ കയ്യിൽ തെളിവുണ്ട്. ആരും അറിഞ്ഞില്ലെങ്കിൽ കള്ളന്മാരെന്ത് ചെയ്യും സാധാരണ? ഇപ്പൊ ഞാനൊരു ഉദാഹരണം ചോദിച്ചു. ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറി ഒരു 25 പവൻ മോഷ്ടിച്ചു. പോലീസ് വന്നു, ആൾക്കൂട്ടമൊക്കെ കൂടി. ആൾക്കൂട്ടത്തിൽ കള്ളനുണ്ടാവും സാധാരണ. അവൻ ഭയങ്കര ഗൗരവത്തിൽ കള്ളൻ കയറി, കഷ്ടമായി പോയി എന്നൊക്കെ പറഞ്ഞ് കമന്റൊക്കെ പറഞ്ഞ് ഈ കൂട്ടത്തിലുണ്ട്. പോലീസ് അന്വേഷിച്ച് കള്ളനെ കിട്ടുന്നില്ല. കുറച്ചു ദിവസം ഒരു രക്ഷയില്ല, ഒരു തെളിവുമില്ല. അപ്പൊ കള്ളൻ എന്ത് ചെയ്യും? കള്ളൻ വീണ്ടും അടുത്ത വീട്ടിൽ കയറും, ഇല്ലേ? അത് തന്നെയാണ് ശബരിമലയിൽ സംഭവിച്ചത്. ആദ്യം ചെയ്ത കളവ് ഇവരറിഞ്ഞിട്ടും ഇവരാരോടും പറഞ്ഞില്ല. പക്ഷേ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ കളവിന്റെ പ്രിയങ്കരനായ ഡോക്ടർ MK മുനീർ കൂടി വേദിയിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുക. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ദേവസ്വം, തൊട്ടു മുമ്പുള്ള ദേവസ്വം പ്രസിഡന്റ് വീണ്ടും ഈ വ്യാജ സ്വർണം പൂശിയ സാധനം വീണ്ടും പൂശാൻ വേണ്ടിയിട്ട് മദ്രാസിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. പോറ്റിക്ക് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്തിനായിരുന്നു? വീണ്ടും കക്കാൻ വേണ്ടിയിട്ടാണ്, വീണ്ടും മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്, വീണ്ടും കക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഞാൻ പറഞ്ഞു, അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോട് പറഞ്ഞു, ഏത് കോടീശ്വരനാണ് വിറ്റത് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയണമെന്ന് പറഞ്ഞു, ഇല്ലേ? അപ്പൊ എന്ത് ചെയ്തു കടകംപള്ളി സുരേന്ദ്രൻ? എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചു, അദ്ദേഹത്തെ അപമാനിച്ചു, അദ്ദേഹവും കള്ളനാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ സ്ഥിതി? ഇന്ന് 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് മൊഴി കൊടുത്തിരിക്കുക. ഞാൻ വെറുതെ പറഞ്ഞതല്ല. കടകംപള്ളി സുരേന്ദ്രൻ എന്ന CPM നേതാവിന് ദേവസ്വം മന്ത്രിക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്നതിൽ എന്റെ കയ്യിൽ തെളിവുണ്ട്. തെളിവുണ്ടത്, ബന്ധമുണ്ട്. ഇപ്പൊ അവര് 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് പറഞ്ഞല്ലോ, ആദ്യം പോറ്റി അപേക്ഷ കൊടുത്തത് ആർക്കാ? കടകംപള്ളിക്കാ. അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും പവിത്രമായ അയ്യപ്പന്റെ വാതിലും കട്ടളയും ദ്വാരപാലക വിഗ്രഹവും അടിച്ചു കൊണ്ടുപോയ ആളുകൾക്ക് പിന്നെ എന്ത് കക്കാന മടി? കേരളത്തിൽ ഒന്നും ചെയ്യാൻ മടിക്കാത്തവരാണ് ഇവർ. കേരളം സാമ്പത്തികമായി തകർന്നു തരിപ്പണമായി. 5 നയാ പൈസ ഇല്ല. ഞങ്ങൾ പറയും ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുകയാണെന്ന്. അക്ഷരാർത്ഥത്തിൽ പൂച്ച പെറ്റി കിടക്കുകയാണ്. ഒരു പൈസ ഇല്ല. രൂക്ഷമായ കേരളം കണ്ട ഏറ്റവും വലിയ തകർച്ചയിലേക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥ കൂപ്പൂത്തുക. അടുത്ത വർഷം ഈ ഗവൺമെന്റ് ഇറങ്ങുമ്പോ 6 ലക്ഷം കോടി രൂപയുടെ കടമായിട്ടാണ് ഇറങ്ങുന്നത്. 6 ലക്ഷം കോടി. അതിന്റെ പുറത്ത് വേറെ കോടി